നീ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് വരിക. നിങ്ങളുടെയൊക്കെ നോട്ടത്തിൽ ഞാൻ വെറും സ്വാർത്ഥന, മനസാക്ഷിയില്ലാത്തവൻ. ആ തോന്നലൊന്നും തിരുത്തണമെന്ന് ഞാൻ പറയില്ല. ഓരോരുത്തർക്കും ഓരോ ന്യായം. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങോട്ടുള്ള ഈ വരവടക്കം. പ്രേമനെ കാണാണ്ട് മണിയൻറാശാരി കയറ് പൊട്ടിക്കണുണ്ടല്ലോ. ഇന്നെന്താ പണിക്ക് പോയില്ലേ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. വേണ്ട, അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങോർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസം തോന്നും. പക്ഷേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ. നീ പറയുന്നതേ അച്ഛൻ അനുസരിക്കുമെന്ന് എനിക്കറിയാം. കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പറയണം, സമ്മതിപ്പിക്കണം. എന്തിനാ വന്നതെന്ന് അവൻ നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ നീ അറിയുന്നേ? അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞാ മാഷ് എന്നോടെല്ലാം വിശദമായി പറയും എന്നല്ലേ അർത്ഥം? വേണ്ട, നീ അറിയേണ്ട കാര്യമല്ല. നീ വിചാരിച്ചാ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനും പറ്റില്ല. അത് കൊള്ളാം. ദേ, സത്യമായിട്ട് ഞാൻ പണങ്ങും കേട്ടോ. അല്ലാതെ തന്നെ മനസമാധാനം കളയാൻ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിൻ്റെ ഇടയിലാ നിങ്ങൾ അച്ഛനും മോനും കൂടെ. എന്ത് തല പോകുന്ന കേസാണെങ്കിൽ എന്നോടൊന്ന് പറ. ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല വാക്ക്. ഒന്നുമില്ലേലും എൻ്റെ ചേട്ടനല്ലേ വന്നത്. ചേട്ടൻ? അത് നിനക്കല്ലേ? കൂടപ്പുറപ്പായിട്ടൊരു പെങ്ങള് മാത്രമേ ഉള്ളൂ എന്നാ അവൻ പറഞ്ഞിട്ടുള്ളത്. ആരോട് പറഞ്ഞിട്ടുള്ളത്? ശ്രീകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്ന വീട്ടുകാരോട്. ശ്രീകുട്ടി അവളുടെ കല്യാണമായോ? അതിന് ഞാൻ ചെല്ലണം, ഞാൻ മാത്രം. കല്യാണമല്ലേ, അറിയാവുന്നവരാരെങ്കിലും ചോദിച്ചാൽ തന്ത ചത്തുപോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ശ്രീകുട്ടി പറഞ്ഞു അത്രേ മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങാതെ മണ്ഡപത്തിലേക്ക് കയറില്ലെന്ന്. ഇത്രയുള്ളോ? ഇതിനിപ്പോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാഷ് പോണം, ശ്രീകുട്ടിയെ അനുഗ്രഹിക്കണം. വേണ്ട, നിനക്ക് ചെല്ലാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഞാനില്ല. ഹേയ്, അതൊന്നും സാരമില്ലാന്നേ. എന്തോന്നും സാരമില്ലാന്ന് എന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. നീ കാരണം അവന്റെ മോളുടെ 2 ആലോചനകൾ മുടങ്ങിപ്പോയെന്ന്. നീ എന്ത് ചെയ്തിട്ടാ? എല്ലാം അറിയാവുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ, നിന്റെ ചേച്ചി. അവളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അവൾക്ക് വേണ്ടിയല്ലേ നീ? പോട്ടെ മാഷേ, അതൊക്കെ പഴയ കഥ. അവരിപ്പോ പഴയ സ്കൂൾ മാഷയുടെ കുട്ടികളല്ല. ഒരാൾ ഡോക്ടർ, ഒരാൾ ബാങ്ക് മാനേജർ. അവർക്ക് അവരുടേതായ നിലയും വിലയും ഒക്കെ ഇല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആരാ? വെറും ഒരു കാർപ്പൻ്റർ, ജയിലിൽ പോയവൻ. ഇതെന്റെ അനിയനാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എനിക്കതിലൊരു തുള്ളി വിഷമം പോലും ഇല്ല. ഒന്നും ഓർക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ. അത് തന്നെ ഞാനും പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കണ്ടെന്ന്. കല്യാണം നമ്മുടെ ശ്രീകുട്ടിയുടെ. 5 വയസ്സ് വരെ കഥകൾ പറഞ്ഞു കൊടുത്തും കളിപ്പിച്ചും നിലത്ത് വെക്കാതാ ഞാൻ അവളെ കൊണ്ടു നടന്നിട്ടുള്ളത്. പല്ല് മുളച്ച സമയത്ത് അവൾ എൻ്റെ ഇവിടെ കടിച്ചൊരു കടി ഇപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ മോളല്ലേ അവള്. മുത്തച്ഛൻ വന്ന് അനുഗ്രഹിക്കണമെന്ന് വാശി പിടിക്കണമെങ്കിൽ അതവളുടെ മനസ്സിന്റെ നന്മ കൊണ്ടല്ലേ. അപ്പൊ മാഷ് പോണ്ടേ? ഇല്ല, ഞാൻ തീരുമാനം എടുത്തു. ആ തീരുമാനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. കല്യാണത്തിന് മാഷ് പോകും, ഞാൻ കൊണ്ടുപോകും. പക്ഷെ നിന്നെ കാണുമ്പോ അവർക്ക് എന്നെ ആരും കാണൂല. അതിനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാം. ഐ വിൽ ബി ആൻ ഇൻവിസിബിൾ മാൻ. ദേ മാഷയുടെ കണ്ണ് നിറഞ്ഞു. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇത് പോക്കറ്റിലിടുന്നുണ്ട്, മറക്കണ്ട. വണ്ടി തിരിച്ചിട്ടേക്ക്, ഞാൻ പോരാ. അതൊന്നും വേണ്ട. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വന്നാൽ മതി. ഞാനിവിടെ ഉണ്ടാവും. സാറ് പോണില്ലേ? വേഗം വാ. ആ താലെടുക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ട്, വരിക. ഒരു മിനിറ്റ്. എന്നാലും എന്റെ മുത്തശ്ശൻ വന്നല്ലോ, എനിക്കത് മതി. കരയാതെ മോളെ, കരഞ്ഞ ആ കൺമഷൊന്നും കളയണ്ട. ആ കൈയൊന്നും ഇട്ട് തുറന്നു നോക്ക്. ഇത് എന്റെ മോള് കഴുത്തിലിട്.
എന്തിനാ അച്ഛാ ഇതൊക്കെ വെറുതെ? ഇത് എന്റെ മോക്ക് വേറൊരാളൊന്നും സമ്മാനമാ. തുറക്ക്. ഒരു 5 വയസ്സുകാരിയുടെ ഓർമ്മയ്ക്കാ. എവിടെ എവിടെ എന്റെ ചെറിയച്ഛൻ? ഒന്ന് മാറുക. നേരമായി കുട്ടിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളൂ. ഒന്ന് വേഗം ആട്ടെ. പ്രഥമൻ 3 എണ്ണമാ കേട്ടോ. പരിപ്പ്, പഴം, അട. മട്ട് കണ്ടിട്ട് ഇത് വക്കീലിന്റെ മോന്റെ കല്യാണത്തേക്കാൾ കൊഴുക്കുന്ന എനിക്ക് തോന്നുന്നു. കല്യാണ സീസൺ ആയാൽ നമ്മൾ ഡ്രൈവർമാർക്ക് ഒരു ഗുണമുണ്ട്, ഇഷ്ടം പോലെ സദ്യ ഉണ്ണ. ശരിയാ. കെട്ടു തുടങ്ങി. വേഗം ചെന്ന് ആദ്യത്തെ പന്തിയിലിരിക്കാം. വരുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ ഓ, വാ പോവാ. കേരളാ. ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയ ഞങ്ങളുടെ കർപ്പന കളഞ്ഞിട്ട് ഇവിടെ ഒരു സർക്കാർ ഞങ്ങളുടെ ഡ്യൂട്ടി ഒരു മുന്നറിയിപ്പ് വീട് വിളിക്കാൻ ഇവിടെ കുറെ പണക്കാരുണ്ടല്ലോ, അവരുടെ ബംഗ്ലാവ് പോയി പൊളിക്ക്. ഞങ്ങൾ എവിടെ അന്തി ഉറങ്ങും? നിങ്ങൾ ഈ ബഹളം കാണുന്നത് ഒരു കാര്യമില്ല. ഇതിനൊക്കെ വ്യക്തമായ ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബലം പ്രയോഗിക്കേണ്ടി വരും. ആരും ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇത് കോടതി ഉത്തരവാ. അത് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? മാത്രമല്ല ഇത് ഈ നാടിന്റെ വികസനത്തിന്റെ ഭാഗമാണ്, ആവശ്യമാണ്. ഇനി ഇവിടെ പവർ സ്റ്റേഷൻ വരും. ദേ ആ കാണുന്ന കനാലിന് മുകളിൽ പാലം വരും. അതൊക്കെ ഈ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാ, നാട്ടുകാരുടെ ഗുണത്തിന് വേണ്ടിയാ. എന്താ ഇവിടെ? നിങ്ങൾക്കൊക്കെ ഇനി പരിവഴി കിടക്കാം. ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തു. എന്റെ ഒന്ന് മാറിക്കേ. ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് വാടക കൊടുത്ത് തന്നെയാ താമസിക്കുന്നത്. ചുമ്മാ അങ്ങോട്ട് അങ്ങ് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എവിടുത്തെ ന്യായമാ? പട്ടയം കിട്ടുമെന്ന് കരുതി പുറമ്പോക്കിൽ വീട് കെട്ടി വാടകയ്ക്ക് കൊടുത്തവര് വേറെയുണ്ട്. ഇവിടെ ചെട്ടിയാരാണെങ്കിൽ അപ്പുറത്തുള്ളത് പഴയ MLA മൊയ്തൂട്ടി വക്കീല. നോട്ടീസ് കൊടുത്തിട്ട് കാലം കുറയായി. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് പോകാൻ വരാൻ സ്ഥലമില്ല. കോടതിയോ പോലീസോ ആര് വന്നാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങില്ല. ചത്താലും ഇറങ്ങില്ല. അങ്ങോട്ട് മാറും. അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വണ്ടി ഒന്നും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. വേണ്ട. ഏത് പോലീസ് വന്നാലും ഞാൻ വരില്ല. കളക്ടറേറ്റ് ചെന്ന് പരാതി കൊടുത്താ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. അതിനുള്ള വകുപ്പുണ്ട്. ഇപ്പൊ ഇവരോട് ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ വീട് മാത്രമല്ലല്ലോ സീതമ്മേ, ബാലൻ മാസ്റ്ററുടെയും പ്രേമന്റെ ഉൾപ്പെടെ ഈ വരിയിലുള്ള 36 വീടുകളാ പോകുന്നത്. എന്നോട് ഒന്നും പറയണ്ട. ഞാനിവിടെ ഇറങ്ങത്തില്ല. ഇത് ഇത്രത്തോളം എത്തിയെന്നൊരു വാക്ക് പറയണ്ട എന്റെ ചെട്ടിയാരെ. കാട്ടുവള്ളിയും ചിതലും കേറി കിടന്ന ആ കെട്ടിടം ഒരു വീടാക്കി മാറ്റാൻ ഇവൻ എത്ര കഷ്ടപ്പെട്ടതാ. അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ. ചതിച്ചത് വക്കീലാന്റെ മണികണ്ട. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടും, അപ്പോഴേക്കും മന്ത്രിസഭ മാറും, പിന്നെ പട്ടയത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങോട്ട് വിശ്വസിച്ചു. ഇപ്പൊ തന്നെ അവധി ദിവസം നോക്കിയല്ലേ കളക്ടർ ബുൾഡോസർ അയച്ചിരിക്കുന്നത്. ഇനിയിപ്പോ തിങ്കളാഴ്ച കോടതി തുറന്ന് സ്റ്റേ വാങ്ങിക്കുമ്പോഴേക്കും ഒക്കെ തവിട് പൊടിയായിട്ടുണ്ടാവും. ആണ്ടവാ, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാനെന്ത് മിണ്ടാനാ? അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു തീർക്കുക. ശരിയാ, ജാതകദോഷം മാച്ച് കളയാൻ മനുഷ്യൻ വിചാരിച്ചാ പറ്റില്ല. വീട്ടു സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? എല്ലാം വാരിക്കൂട്ടി പുറത്തൊരു ഷെഡിൽ വെച്ചിട്ടുണ്ട്. സീതമ്മ ചേച്ചി മോള് വന്ന് കൊണ്ടുപോയി. ആ കുട്ടി മംഗലാപുരത്ത് വന്ന സമയമായതുകൊണ്ട് നന്നായി. ആ നാടക സമിതിക്കാരുണ്ടായിരുന്ന സ്ഥലം കഴിഞ്ഞ ആഴ്ചയാണ് സഹകരണ സംഘത്തിന് കൊടുത്തത്. അല്ലെങ്കിൽ തൽക്കാലം അവിടെ കൂടായിരുന്നു. തൽക്കാലം കൂടുന്നതൊരു പ്രശ്നമല്ല. ഇവർക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ദൈവം സഹായിച്ചു വിടും. ഏയ് അതൊന്നും വേണ്ട മണികണ്ഠൻ ചേട്ടാ. എന്താടാ, ഞങ്ങൾ അന്യന്മാരാണോ? അതുകൊണ്ടല്ല, ടൗണിൽ ചെന്ന് ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുത്താലും തൽക്കാലത്തെ പ്രശ്നം തീരും. പക്ഷെ ആ വീട്, അതിനോട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിപ്പോയി അല്ലേ മാഷേ?
ഒന്നിനെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല. മനുഷ്യനായാലും വീടായാലും. ഈ വയ്യാത്ത അച്ഛനെയും കൊണ്ട് നീ ലോഡ്ജിലേക്കൊന്നും പോണ്ട. ഇവിടെ ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. ആ മതി, നിർത്ത്. ആ മക്കളർക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണ, ചില്ലറില്ല. ആ വരി. ആ ഓട്ടോറിക്ഷക്കൊക്കെ എന്താ ചാർജ്? അല്ല, അവരും പറഞ്ഞിട്ട് കാര്യമില്ല. പെട്രോളിന്റെ വില ഡെയിലി കയറിക്കൊണ്ടിരിക്കല്ലേ. ഇറാഖും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം ഇനിയും തീർന്നില്ലെങ്കിൽ അളിയോ നമ്മൾ പഴയ കാളവണ്ടിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. മോനേടാ, അമ്മയോട് പറഞ്ഞു ഒരു 60 ഉറുപ്പിക വെച്ച് വണ്ടിക്കാരനെ വിടടാ. ചേട്ടാ, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. പോകാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ട്. നീ എന്തിനാണ്ടി സങ്കടപ്പെടുന്നത്? ഒരു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ വളരും, ചിലപ്പോൾ പൊളിഞ്ഞെന്ന് വരും. അതൊക്കെ സാധാരണല്ലേ. നമ്മളെ പഴയ കട്ടിലെ ജനാല ബിസിനസ്സേ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ശരിയാവില്ലാന്ന്. കംപ്ലീറ്റ് ചീറ്റിങ്ങാ. ഇപ്പൊ കടക്കാർ കടത്തി പൊറപ്പിക്കുന്നില്ല. ഞങ്ങൾ വീടടുത്തിങ്ങോട്ട് പോന്നു. അല്ലെങ്കിലും മാഷെ, ഈ ഉളി പിടിച്ച ശീലിച്ച നമുക്ക് ഇതൊന്നും ശരിയാവില്ല. നമുക്ക് നമ്മളതായ ഒരു സ്റ്റാറ്റസ് ഇല്ലേ? നീ എന്താ കിടന്ന് മോങ്ങണ വിലാസിന് ചെന്ന് വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ചിട്ടാവും ഊണും വിശ്രമൊക്കെ. ആ വാ വാ. ഒരു സ്ഥലമുണ്ട്, അച്ഛനെ വിശ്വസിച്ചാക്കാൻ പറ്റിയ സ്ഥലം. ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട. എത്ര നാൾ വേണമെങ്കിലും സമാധാനമായിട്ട് താമസിക്കാം. ഞാൻ ഗ്യാരണ്ടി. ഇതെന്റെ കുടുംബ വീടായിരുന്നു. ഭാഗത്തിൽ അച്ഛന് കിട്ടി, അച്ഛൻ പോയപ്പോൾ എനിക്കും. ആർമിയും നാടുതണ്ടലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഈ വീടും ഞാനും ബാക്കി. കല്യാണം കഴിക്കാത്തതും കുടുംബമില്ലാത്തതും ഒരു വലിയ കുറവായി തോന്നിയിരുന്നു എനിക്ക് പണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിച്ചതിലും വലിയ കുടുംബമാണിത്. വയസ്സാകുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ചിലർക്കൊക്കെ മുതിർന്നവരൊരു ഭാരമായി തോന്നും. ആ ഭാരം ഞാൻ ഇങ്ങ് ഏറ്റെടുക്കും. എൻ്റെ അച്ഛൻ അങ്ങനെ എനിക്കൊരു ഭാരമല്ല. ആരും ഏറ്റെടുക്കാൻ വേണ്ട. താമസിക്കാൻ ഒരു വീട് കിട്ടുന്നത് വരെ തങ്ങാനൊരിടം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പോവാം പക്ഷേ, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. ആ കേണൽ ഇവിടുത്തെ കാര്യങ്ങൾ പൊതുവെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതിന് നീ എന്തിനാണ് ക്ഷോഭിക്കുന്നത്? ഈ മനുഷ്യനെ ഞാൻ ഇന്ന് ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. മിലിറ്ററിയിൽ ചേരുന്നതിന് മുമ്പേ പരിചയപ്പെട്ടതാ. അന്നൊക്കെ മഠത്തിൽ വരികയായിരുന്നു എൻ്റെ അണ്ണൻ്റെ കച്ചേരി കേൾക്കാൻ. കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു മുറി വേണമെന്ന് പറഞ്ഞിരിക്കുക. വീട്ടിൽ മക്കളും മരുമക്കളൊക്കെ യുദ്ധം തുടങ്ങി. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത്. എന്നാൽ ഇവിടെ തനിച്ച് വേണ്ട മാഷേ. നീ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ വിവരാതിപ്പെടുന്നത്? എനിക്ക് ഇവിടുത്തെ അന്തരീക്ഷവും രീതിയൊക്കെ ഇഷ്ടമായി. സാവകാശം നല്ലൊരു കൊച്ചു വീട് കണ്ടുപിടിക്കേ. അതുവരെ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും ഇല്ല. എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക്. നീ വന്ന കടലാസൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുത്തേ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. എനിക്ക് വക്കീലിനെ കാണാനുള്ളതാ. നീ ചെറുപ്പ ലോഡ്ജിലോ തെരുവിലോ എവിടെ വഴി കിടക്കാം. അതുപോലെയല്ല അച്ഛൻ. ഞാൻ കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ സങ്കടം ദേ നെഞ്ചിക്കിടന്ന് വിങ്ങുക. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വന്നേ, വാ വാ. ഗുഡ് മോർണിംഗ്. നേരത്തെ എത്തിയോ? അപ്പ് ഡൗൺ. മുട്ടട്ടെ മുട്ടട്ടെ. റൈറ്റ്. വീണ്ടും അപ്പ് ഡൗൺ. വളയട്ടെ വളയട്ടെ. ഇതെന്താ ധ്യാനമോ? 3 വീടുകൾ കണ്ടു. 2 തരക്കേടില്ല. നമ്മുടെ പഴയ വീടിന്റെ ഭംഗിയൊന്നുമില്ല. ഒപ്പിക്കാം. മാഷ് റെഡിയാവ്, നമുക്ക് പോയി കാണാം. തിരക്ക് കൂട്ടണ്ട. ഇവിടെ ഇപ്പം എനിക്കൊരു വിഷമമില്ല. നമ്മുടെ ഇഷ്ടത്തിന് ചേരുന്ന വീട് കിട്ടുമ്പോൾ മാത്രം എടുത്താൽ മതി. കുറച്ച് വൈകിയാലും സാരമില്ല. അപ്പം ഞാൻ കൂടെ ഇല്ലെങ്കിൽ വിരോധമില്ല. ഇല്ല, കളിക്കരുത്. ഞാനൊരു പോക്കങ്ങ് പോവും. ആണ്ടാ, ഇന്നൊരു തമാശയുണ്ടായി. ഏതോ ഒരു വലിയ പണക്കാരൻ ജ്വല്ലറിക്കാരനെ പറ്റാണെന്ന് തോന്നുന്നു. അയാളുടെ വിവാഹ വാർഷികമാണത്രേ. ഇവിടുത്തെ അന്തേവാസികൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഓരോ മുണ്ടും ഷർട്ടും കൊടുത്തു. കൂട്ടത്തിൽ എനിക്കും കിട്ടി ഒരെണ്ണം. ഇതാ കണ്ടോ. അനാഥരെ സഹായിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമെന്നാ.